ഹായ്, ഞാൻ ദീപ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അന്നയുടെ ബാപ്റ്റിസം കണ്ടു. ഇപ്രാവശ്യം നമുക്ക് ആനിക്കുട്ടിയുടെ എങ്ങനെയായിരുന്നു നോക്കാം. അപ്പോൾ ആനിക്കുട്ടിയുടെ സമയത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. 2 ഡ്രസ്സും പിന്നെ ബാപ്റ്റിസം ബാസ്ക്കറ്റും ടിയാരയും ക്യാൻഡിലും എല്ലാം കൂടെ ഞാൻ സെറ്റ് ചെയ്തതാണ്. അപ്പോൾ അതാണ് എൻ്റെ ഏറ്റവും ആദ്യത്തെ ബാപ്റ്റിസം സെറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ്. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. ഈ ഡ്രസ്സ് എന്ന് പറയുന്ന ഗോൾഡൻ തുണി എന്ന് പറയുന്ന മീറ്ററിന് 500 രൂപയുടെ ഇതാണ്. മറ്റത് അക്കോബയുടെ തുണിയാണ് കേട്ടോ, പ്ലെയിൻ ഡ്രസ്സ്. അപ്പം ഇത് നമ്മുടെ കഴിഞ്ഞ മാമോദീസക്കാരിയില്ലേ അന്നക്കുട്ടി, ആനിയുടെ ബർത്ത്ഡേ ആനിയുടെ മാമോദീസയുടെ സമയത്ത് ഇതേ കുറച്ച് മോഡലിങ്ങിലേക്കൊക്കെ തിരിഞ്ഞ സമയമായിരുന്നു. അപ്പം അവളുടെ കുറച്ച് ഫോട്ടോസ്. അപ്പം അന്നേരം അന്നത്തെ മാമോദീസയ്ക്ക് നമ്മൾ ഫോട്ടോഗ്രാഫറെയോ വീഡിയോഗ്രാഫറെയോ ഒന്നും പുറത്തുനിന്നൊന്നും വിളിച്ചിട്ടില്ലായിരുന്നു. ഇതെല്ലാം ബിജുവിൻ്റെ കയ്യിൽ അന്നേരം ഒരു ക്യാമറ പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു അഹങ്കാരത്തിൽ ബിജു തന്നെയാണ് ഇതെല്ലാം എടുത്തത്. ഇത് ബിജുവിൻ്റെ പപ്പയും മമ്മിയാണ് കേട്ടോ. അവർ ചങ്ങനാശ്ശേരിയിലാണ്, കുട്ടമ്പേരൂർ എന്നാണ് വീട്ടുപേര്. അവിടുന്ന് അവർ രാവിലെ വന്നു. കൂടെ 2 പെങ്ങന്മാർ വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ മാമോദീസയിലെ തലോട്ടമ്മ ബിനിയും ബിനിയുടെ ബിനിയുടെ മോളുടെ പേരും അന്നാന്ന് തന്നെയാണ്. പിന്നെ അമ്മു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിജുവിൻ്റെ ഏറ്റവും ഇളയ പെങ്ങളാണ്. അമ്മുവിൻ്റെ ശരിക്കുള്ള പേര് ബ്ലസ്സി എന്നാണ് കേട്ടോ. അപ്പോൾ അവർ രാവിലെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഇങ്ങ് പോന്നു. ബാക്കിയുള്ളവർ പള്ളിയിൽ എത്തിയപ്പോഴത്തേക്കും ജോയിൻ ചെയ്തു. ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇത്രയും പേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചെറിയൊരു പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് അധികം ആൾക്കാരെയൊന്നും നമ്മൾ വീട്ടിലോട്ടൊന്നും വിളിച്ചില്ല. കാരണം രണ്ടാമത്തെ കൊച്ചിൻ്റെ കാര്യമൊക്കെ ആകുമ്പോഴത്തേക്കും ആദ്യത്തെ കൊച്ചിൻ്റെ അത്ര ഒരു ഉത്സാഹം ഉണ്ടാകത്തില്ലല്ലോ. അപ്പം വളരെ കുറച്ച് പേരെ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എന്താണ് കാര്യം എന്നൊക്കെ ഞാൻ മറന്നുപോയി കേട്ടോ, എന്താണ് കുറച്ച് പേരെ വിളിച്ചതെന്നുള്ളത്. ഇത് ബിനിയുടെ മോളും അന്നയും, 2 പേരുടെയും പേര് അന്ന എന്നാണ്. അപ്പം നമ്മൾ നാട്ടിലൊക്കെ എത്തിക്കഴിയുമ്പോഴത്തേക്കും തമ്മിൽ തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ബിജു അന്നാന്നും ബിനി അന്നാന്നുമാണ് ഇവരെ വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ അന്നക്കുട്ടി ബാപ്റ്റിസം സെറ്റൊക്കെ പിടിച്ച് നിൽക്കുവാണ്. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അവൾ കേട്ടോ. ഭയങ്കര ഇഷ്ടമായിരുന്നു, ഓടി നടക്കുമായിരുന്നു. അപ്പം ആനിയുടെ മാമോദീസ ചടങ്ങ് വരുമ്പോൾ തലോട്ടപ്പനും തലോട്ടമ്മയും, രണ്ടാമത്തെ കൊച്ചിൻ്റെ വരുമ്പം അമ്മയുടെ സൈഡിൽ നിന്നാണ്. അപ്പം എൻ്റെ സൈഡിൽ നിന്ന് അനിയത്തിയും അനിയനും ഒന്നും കല്യാണം കഴിയാത്തത് കൊണ്ട് എൻ്റെ അച്ചാച്ചി അമ്മച്ചിയും തന്നെയാണ് തലോട്ടപ്പനും തലോട്ടമ്മയായിട്ട് നിന്നത്. അപ്പം അവരാണ് ആനിയുടെ ഗോഡ് ഫാദറും ഗോഡ് മദറും. അപ്പോൾ വലിയ ചടങ്ങുകളൊന്നും ഇല്ലായിരുന്നു, എന്നുവെച്ചാൽ വലിയ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. ഇപ്രാവശ്യം നമുക്ക് കുർബാനയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് എനിക്കൊന്ന് കുർബാന ഇല്ലായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അതെ, കുർബാന ഇല്ലായിരുന്നു. ജസ്റ്റ് മാമോദീസ എന്ന് പറഞ്ഞ ചടങ്ങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ടൈമൊക്കെ ആയപ്പോഴത്തേക്കും കർശനമായിരുന്നു, ഒറ്റയ്ക്ക് മാമോദീസ നടത്തത്തില്ല എന്നുള്ളത്. പക്ഷേ ഞങ്ങളുടെ ആ ടൈമിലും അന്ന് വരാനുണ്ടായിരുന്ന ആൾക്കാരൊന്നും വന്നില്ല. എനിക്കൊന്ന് സെക്കൻഡ് സാറ്റർഡേയ്സ് മാത്രമേ മാമോദീസ നടത്തത്തുള്ളായിരുന്നു. പക്ഷേ നമ്മൾ ആ ടൈമിൽ സെക്കൻഡ് സാറ്റർഡേയോ തേർഡ് സാറ്റർഡേയോ മാത്രമേ മാമോദീസ നടത്തത്തുള്ളായിരുന്നു. അപ്പം നമ്മൾ ചെന്ന സമയത്ത് നമ്മുടെ കൂടെ ഗ്രൂപ്പായിട്ട് വരാനായിട്ട് വേറെ ഫാമിലീസ് ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ ഇത് ഏതാണ്ട് ഒറ്റയ്ക്ക് നടത്തിയ പോലെ തന്നെയായി. അപ്പം മാമോദീസ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മാമോദീസ സ്ഥൈര്യലേപനം തിരുരക്തമൊക്കെ കൊടുത്തു. പക്ഷേ കുർബാനയായിട്ട്, അതായത് ഒത്തിരി നീണ്ടൊരു ചടങ്ങല്ലായിരുന്നു. നീണ്ട ചടങ്ങായിരുന്നെങ്കിൽ പൊട്ടി പാളിസായി പോയാനെ. കാരണം ആനി ഭയങ്കര കരച്ചിലായിരുന്നു. അന്നയുടെ ടൈമിൽ അന്ന ഫുൾ ടൈം ഉറക്കമായിരുന്നു. ആനി എന്ന് പറഞ്ഞ കരച്ചിലിൻ്റെ അങ്ങ് അറ്റമായിരുന്നു. തലേ വെള്ളവും കൂടെ ഒഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങ് ഭയങ്കര നിലവിളിയായിരുന്നു. പിന്നൊരു പ്രശ്നമുണ്ട്, ഞാൻ തയ്ച്ച ആ മാമോദീസ ഡ്രസ്സ് എൻ്റെ ആദ്യത്തെ ഒരു ട്രയലല്ലേ, അതെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ കുത്തിക്കൊള്ളുന്നൊരു ഡ്രസ്സായിരുന്നു കേട്ടോ. അപ്പം കൊച്ചച്ഛനായതുകൊണ്ട് തന്നെ എന്നെ കൊല്ലാതെ വിട്ടു എന്ന് വേണം പറയാൻ. കാരണം മാമോദീസയ്ക്ക് നമ്മൾ മൊത്തം വെള്ള ഡ്രസ്സായിട്ടുണ്ടത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഗോൾഡൻ ഷെയ്ഡിൽ വന്നിട്ട് ഗോൾഡൻ വർക്കുള്ള ഡ്രസ്സായിരുന്നു. പിന്നെ ഇട്ട് കഴിഞ്ഞ് പിന്നെ അച്ഛനൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് അച്ഛനൊന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. പക്ഷേ അത് കഴിഞ്ഞ് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് അച്ഛൻ എന്നോട് പറഞ്ഞു, അതെ മാമോദീസ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ വെള്ള ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, ആണല്ലേ, എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ എന്ന്. അങ്ങനെയാണ് അത്. പിന്നെ മാമോദീസ കഴിഞ്ഞ് ഈ ഡ്രസ്സ് പെട്ടെന്ന് തന്നെ ഊരി ഇട്ടുകൊണ്ട് വന്ന അക്കോബ തുണി അറിയാമല്ലോ, അത് ഒരു കോട്ടൺ പോലെ തന്നെ അല്ലേ, അത് തന്നെ തിരിച്ചിടിപ്പിച്ചു. കാരണം ഇതിട്ടുകൊണ്ട് അവൾക്ക് പറ്റുന്നില്ലായിരുന്നു. ഒന്ന് നട്ടുച്ച സമയമാണ്, ചൂടുണ്ട്.
ഇത് ലൈനിങ് ഒക്കെ വെച്ചാൽ തയ്ച്ചെങ്കിലും കൊച്ചൊട്ടും കംഫർട്ടബിൾ അല്ലായിരുന്നു. അതിൽ നിന്നാണ് എനിക്ക് മനസ്സിലായത് ഈ നമ്മുടെ ഇവിടെ മാമോദിസയ്ക്ക് ഓരോരുത്തർ അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴേ ഞാൻ പറയും കൊച്ചൊട്ടും കംഫർട്ടബിൾ ആയിരിക്കത്തില്ല, ബുദ്ധിമുട്ടായിരിക്കും. ഓരോരോ ഡ്രസ്സ് എത്രത്തോളം പിള്ളേർക്ക് കംഫർട്ടബിൾ ആണ് ഇല്ല എന്നുള്ള കാര്യം ആനിയുടെ അടുത്തു നിന്നാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ചടങ്ങുകളെല്ലാം പെട്ടെന്ന് തന്നെ തീർന്നു. നമ്മൾ വളരെ കുറച്ച് പേരെ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടെ എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മക്കളും അമ്മയുടെ ചേച്ചിയും പിന്നെ ഞങ്ങളുടെ തൊട്ടപ്പുറത്തുള്ള 1-2 നെയ്ബേഴ്സും പിന്നെ ബിജുവിൻ്റെ കുറച്ച് കസിൻസ് ഇവിടെ വർക്ക് ചെയ്യുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അവരും അത്രയും പേരെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു അതായത് വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരോടും സംസാരിക്കാൻ പറ്റി, എല്ലാവരുമായിട്ട് കുറേ നേരം വാചകം അടിക്കാൻ പറ്റി. അതേസമയം നമ്മൾ ഈ ലോകത്തുള്ള എല്ലാവരെയും വിളിച്ചു കഴിയുമ്പം എല്ലാവരെയും നോക്കാനും പറ്റൂല, അവർ വന്നുമായി നമ്മൾ കണ്ടിട്ടുമില്ല, എന്തിനാ വിളിച്ചതെന്നൊരു ഇതായിപ്പോവും. പക്ഷേ ഇത് വളരെ ചുരുക്കം, എനിക്കൊന്നൊരു 10-30 പേര് താഴെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലാണ് ചടങ്ങ് നടന്നത്. അങ്ങനെ ഒരു വലിയ ആർഭാടം എന്നൊന്നും പറയാനില്ല. എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കുറേ നേരമൊക്കെ ഇരുന്നിട്ട് തന്നെയാണ് നമ്മൾ പിരിഞ്ഞത്. ഇത് കമലേഷ്, പിന്നെ കയ്യിലിരിക്കുന്നത് റിയയും ആനിക്കുട്ടിയും ഒരേ പ്രായമാണ്. ഇവരെ നിങ്ങൾ അന്നയുടെ ബർത്ത്ഡേയുടെ ചടങ്ങിന് കണ്ടിട്ടുണ്ടാവും. ഇത് എൻ്റെ കസിൻ ബ്രദർ ജോണിയുടെ വൈഫാണ്. ജോണിയുടെ ഓഫീസിലാണ് ഞാൻ 10 വർഷത്തോളം വർക്ക് ചെയ്തിരുന്നത്. ഫോട്ടോഗ്രാഫർ ഇല്ലാത്തതുകൊണ്ട് വിജയനെയാണ് ഓടി നടന്ന് എല്ലാ ഫോട്ടോസും എടുത്തുകൊണ്ടിരുന്നത്. അവസാനം ജോണി വന്നതിന് ശേഷമാണ് നമ്മുടെ ഒരു ഫാമിലി ഫോട്ടോ കിട്ടിയത്. ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫോട്ടോയാണ് ഇത് ഈ കാണുന്നത്. അപ്പോൾ അങ്ങനെ 1-2 ഫോട്ടോ ജോണി വന്നിട്ട് ആണ് നമ്മൾ ഫാമിലി ആയിട്ട് നിൽക്കുന്നൊരു ഫോട്ടോ എനിക്ക് കിട്ടിയത് കേട്ടോ. പിന്നെ ബാക്കിയെല്ലാം ബിജു തന്നെ എടുത്ത് നടക്കായിരുന്നു, കാരണം വേറെ ആർക്കും ആ ക്യാമറ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഇതും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു ഫോട്ടോയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടെ പള്ളിയിൽ നിന്ന് പിന്നെ പോയത് മയൂരിയ രാജധാനി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഹോട്ടലുണ്ട്, ജനറൽ ഹോസ്പിറ്റലിൻ്റെ അടുത്ത്, ട്രിവാൻഡ്രത്ത് ജനറൽ ഹോസ്പിറ്റലിൻ്റെ അടുത്ത്. അപ്പോൾ അവിടെ റൂഫ് ടോപ്പ് ബുഫയാണ് നമ്മൾ ബുക്ക് ചെയ്തിരുന്നത്. ഒരു 10, 25, 30 സീറ്റ് നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭയങ്കര അടിപൊളിയായിട്ട് പിള്ളേർ സെറ്റൊക്കെ നല്ല എൻജോയ് ചെയ്തിട്ട് ഫുഡൊക്കെ കഴിച്ച് നല്ല രസമായിരുന്നു കേട്ടോ. ആ റൂഫ് ടോപ്പ് ഇതുമൊക്കെ നല്ല രസമായിരുന്നു, ഫുഡും അടിപൊളിയായിരുന്നു. അപ്പോൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. വളരെ സിമ്പിളൊരു ചടങ്ങാണ്, വേറെ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരും ഒത്തിരി നേരം ഇരുന്ന് സംസാരിച്ചു. അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് ഉണ്ടായിരുന്നത്. ഇതാണ് പിള്ളേർ സെറ്റ്. വന്ന പിള്ളേർ, ഇതിൽ കൂടുതൽ പിള്ളേരുണ്ട് കേട്ടോ. അപ്പം കുറച്ച് പേരെയൊക്കെ നിർത്തി ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഉണ്ടായിരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ആനിക്കുട്ടീനെ ഉറക്കുക എന്നുള്ളതാണ്. അന്നേരം ബിജു ആണ് ആനിക്കുട്ടിയുടെ ഉറക്കം ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. എനിക്കൊന്നും ഉറക്കാൻ പറ്റത്തില്ല, കാരണം അവളെ ഇങ്ങനെ പൊക്കിയെടുത്തിട്ട് ഇങ്ങനെ കുലുക്കി ആട്ടി ബിജു കണ്ട ഊതിയൊക്കെ, മുഖത്തോട്ട് ഊതിയൊക്കെയാണ് ഉറക്കുന്നത്. ഒരു പ്രത്യേക രീതിയിലാണ്, ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവളെ ഒരുവിധം ഉറക്കി കിടത്തി. പക്ഷെ അവൾ എണീറ്റ് വന്നുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇവരെല്ലാം കഴിച്ചതിന് ശേഷമാണ് ഫുഡ് കഴിക്കാൻ പറ്റിയത്. അപ്പം ഇതിൽ ഈ ആരെയൊക്കെ എങ്ങനെ പരിചയപ്പെടുത്തുമെന്ന് എനിക്കൊരു പിടിയില്ല, ഒത്തിരി പേരുണ്ട്. ഇത് എൻ്റെ ജോണിയുടെ മൂത്ത ചേട്ടനാണ്, ജോബി ചേട്ടനും വൈഫ് മീനുവും. ഇവർ രണ്ടുപേരും ബാംഗ്ലൂർ സെറ്റിലാണ്. ആ ടൈമിൽ അവർ ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഭാഗ്യത്തിന് അവരെ കിട്ടി, അല്ലെങ്കിൽ മിക്ക ചടങ്ങിനും അവരെ കിട്ടാറില്ല. ഈ ബ്രൗൺ ഷർട്ട് അരുണാണ്, ബിജുവിൻ്റെ കസിനാണ്. ഇത് ബിജുവിൻ്റെ പപ്പ. തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് ജോണിയാണ്. അതായത് ബിനിയാണ്. ബിനി, അമ്മു, എൻ്റെ അമ്മച്ചി ഒക്കെയാണ് ഈ ഒരു ഫോട്ടോയിൽ നിൽക്കുന്നത്. പിന്നെ ഇവർ ബിജുവിൻ്റെ കസിൻസാണ്. ഇവിടെ ഒരാൾ മിറ്റി, പുള്ളിക്കാരി ഇവിടെ ടെക്നോ പാർക്കിൽ തന്നെ വർക്ക് ചെയ്യുമായിരുന്നു. മറ്റത് ഇവിടെ എൻജിനീയറിംഗ് കോളേജിൽ പഠിക്കുകയാണ്, മനു. ഇത് ബിജുവിൻ്റെ പപ്പ. പിന്നെ ഇതാ നമ്മുടെ ആനിക്കുട്ടി കഥാപാത്രം, അല്ലെങ്കിൽ മെയിൻ കഥാപാത്രം ആനിക്കുട്ടി. അന്നേരം ആനിയുടെ ഫേസ് കണ്ട ഇങ്ങനെ ഒരു മൂക്കൊക്കെ ചപ്പി, ഇപ്പോഴും മൂക്ക് ചപ്പി തന്നെ ഇരിക്കുന്നത്. ഇടയ്ക്കൊന്ന് ഉറങ്ങും, പിന്നെ എണീക്കും. അങ്ങനെയായിരുന്നു അവളുടെ ഒരു പരിപാടി അന്നത്തെ. പിന്നെ അവർ തന്നെ, ഹോട്ടലുകാർ തന്നെ കൊണ്ട് തന്നൊരു തൊട്ടിലുണ്ടായിരുന്നു. അതിലാണ് കുറച്ച് നേരം നമ്മുടെ കയ്യിൽ നിന്ന് മാറി അവിടെ നിന്ന് കിടന്നത്. എന്നാലും കുറച്ച് നേരം കിടക്കും, പിന്നെ എണീറ്റ് വരും, പിന്നെയും കരയും. അവളെ കണ്ട പിന്നെ ആ കോബയുടെ ഡ്രസ്സ് തിരിച്ചിടിപ്പിച്ചു. മറ്റേ ഡ്രസ്സ് ആ ഒരൊറ്റ
എനിക്ക് തോന്നുന്നൊരു കഷ്ടിച്ച് വന്ന ഒരു അരമണിക്കൂറാണ് അവൾ ഇട്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവൾ ആ ഡ്രസ്സ് അവളുടെ ജന്മത്തിട്ടിട്ടില്ല കേട്ടോ. കാരണം അത് കുത്തിക്കൊള്ളും. എന്ന് വെച്ചാൽ അതിൻ്റെ അരികത്ത് കൂടെ ഉള്ള എന്തോ ത്രെഡ് വർക്ക് പോലത്തെ സാധനമാണ്. പക്ഷേ ആ ത്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ത്രെഡാണ്. അപ്പം അത് കൊച്ചിന് ഈ തയ്യൽ ഞാൻ അവിടെ സൈഡിലൊക്കെ ലോക്ക് ചെയ്താണെങ്കിൽ പോലും കൊച്ചിന് കുത്തിക്കൊള്ളുന്നുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് അത് പിന്നിടാൻ പറ്റിയിട്ടില്ല. ഇനിയുള്ളത് കുറച്ച് ഫുഡ് അടിയുടെ ഫോട്ടോസാണ്. ഇത് ജിജി ചേച്ചിയുടെ മക്കളാണ്. ജോണിയുടെയും ജോബിയുടെയും അനിയത്തിയുടെ മക്കളാണിത്, 2 പേര്. ഇവർ എറണാകുളത്ത് സെറ്റിൽഡാണ്. അവർ രണ്ടുപേരും IBS വർക്ക് ചെയ്യുന്നത് എറണാകുളത്ത്. ഇത് നമ്മുടെ അന്നക്കുട്ടി. അന്ന് അന്നക്കുട്ടിക്ക് വേണ്ടി സെപ്പറേറ്റ് ഡ്രസ്സൊന്നും തയ്ക്കാൻ പറ്റിയില്ല. ഇതൊക്കെ റെഡിമെയ്ഡായിട്ട് ഇതെനിക്കൊന്ന് ദീപു ഗിഫ്റ്റ് കൊടുത്ത, എൻ്റെ അനിയൻ ഗിഫ്റ്റ് കൊടുത്ത ആ ഡ്രസ്സ്. ഇത് ജോബി ചേട്ടൻ്റെ മക്കളാണ്. ഇത് എൻ്റെ അനിയൻ ദീപു, നമ്മുടെ അച്ചാച്ചി അറിയാമല്ലോ. പിന്നിത് ബിജുവിൻ്റെ പപ്പ. പിന്നെന്താ, ഇത് എൻ്റെ അമ്മച്ചി ജോണി. ഇത് മമ്മി, ബിജുവിൻ്റെ മമ്മി. ഇതാണ് ബിനി. ബിനി കഴിഞ്ഞ വീഡിയോയിലുണ്ടായിരുന്നു. അന്നയുടെ ഗോഡ് മദറാണ്. ബിനിയുടെ മോളാണിത്, അന്ന, ബിനി അന്ന. പിന്നെ ഇത് എൻ്റെ ഫുൾ വ്യൂ. ബിജു ഇങ്ങനെ ഓടി നടന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. ഇത് ഒരു ബിജുവിൻ്റെ കസിൻ്റെ വൈഫാണ്. പിന്നെ ഇത് ബിജുവിൻ്റെ കസിൻസ് ആണ് ഇരിക്കുന്നത്. ഇവരൊക്കെ ചങ്ങനാശ്ശേരിയാണ്. ഇവിടെ പഠിക്കാനും ജോലിക്കൊക്കെ ആയിട്ട് വന്നവരാണ്. അപ്പോൾ അങ്ങനെ ഇത് ബിജുവിൻ്റെ പെങ്ങള് അമ്മു. ഇത് ബിജുവിൻ്റെ ഒരു കസിനാണ്. ഇവരെല്ലാം ഇവിടെ ഉള്ളത് കൊണ്ട് നമ്മൾ വിളിച്ചാട്ടോ, അല്ലാതെ നമ്മൾ ആരെയും അവിടുന്ന് ഇത്രയിടം വരെ വരണ്ട. ഇത് ജിജി ചേച്ചിയാണ്, ജോണിയുടെയും ജോബിയുടെയും പെങ്ങള്. ഇവരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ വിളിച്ചത്, അല്ലാതെ നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കണ്ട, അവിടുന്ന് ഇവിടം വരെ വരാനായിട്ട് ആരെയും ബുദ്ധിമുട്ടിക്കണ്ട. ഒരു ഇച്ചിരി നേരത്തെ ചടങ്ങിന് വേണ്ടിയിട്ട് എല്ലാവരും ഇവിടം വരെ വരണ്ടല്ലോ. ഇത് കമലേഷും റിയയും. ഇത് ജോണിയുടെ മൂത്ത മോനാണ്, റിയ രണ്ടാമത്തെ ആളാണ്. ഇത് റിയക്കുട്ടി. റിയക്കുട്ടിക്കും ഒരു തൊട്ടിൽ കിട്ടി. ഇത് ബിനിയാണ്, ബിനിയും ആനിക്കുട്ടിയും. അപ്പോൾ ഒത്തിരി പേര് പറയുന്നുണ്ടായിരുന്നു അന്നയ്ക്ക് എന്താണ് ബിനിയുടെ ഛായയാണെന്ന്. അത് അന്നയും ആനിയും എല്ലാം ബിജുവിനെ പോലെ തന്നെ ഇരിക്കുന്നത്. ഇത് ജോബി ചേട്ടനും ജോബി ചേട്ടൻ്റെ വൈഫ് മീനും. അമ്മച്ചി ഭയങ്കര വാചോടിയിലാണ് അമ്മച്ചി. എനിക്ക് അവസാനം ഇച്ചിരി ഐസ്ക്രീം കിട്ടി. ആനീനെ ഒന്ന് ഒതുക്കിയിട്ട് ഇച്ചിരി ഐസ്ക്രീം കിട്ടി. ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവരെല്ലാം അമ്മച്ചിയുടെ ചേച്ചിയുടെ മക്കളാണ്. ഈ ജിജി, ജോബി, ജോണി എന്ന് പറയുന്നത്. ഇത് അവരുടെ പിള്ളേരാണ്. പിന്നെ കുറച്ച് ഫാമിലി ഫോട്ടോ സെഷൻ. അതോടെ പരിപാടി തീർന്നു. എല്ലാവരും ഫുഡടിയും കഴിഞ്ഞ് എല്ലാവരും 4 വഴിക്ക് പിരിഞ്ഞു എന്ന് വേണം പറയാൻ. അപ്പോൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ ആനിക്കുട്ടിയുടെ മാമുദീസ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബോറടിപ്പിച്ച് ക്ഷമ ചോദിച്ചുകൊണ്ട് നിർത്തുന്നു.